നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററില്ലേ വിരാട് കോഹ്ലി, നമ്മുടെ ഹാൻഡ്സം നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു പുള്ളിക്കാരൻ. ഇടയ്ക്ക് നമ്മുടെ അനുഷ്ക ശർമ്മ ഇടയ്ക്ക് ഒന്നിച്ച് ഇവര് ആഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവര് നല്ല ഫ്രണ്ട്സ് ആണ്. ഇടയ്ക്ക് അനുഷ്ക ശർമ്മയുടെ വീട്ടില് സ്ഥിരമായിട്ടൊക്കെ ചില ടൈമിൽ കാണാൻ വേണ്ടി വിരാട് കോഹ്ലി പോകാറുണ്ട്. അങ്ങനെ പറയുന്നത് അവര് നല്ല ഫ്രണ്ട്സ് ആണ്. നീ അതുകൊണ്ടൊക്കെ പറഞ്ഞു അനാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാൻ അവര് പറഞ്ഞിട്ടില്ലേ? അവര് പറഞ്ഞിട്ടുണ്ടോ ലൈൻ അല്ലാന്ന്? അവരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ അവര് ഇടക്കൊക്കെ കാണലും അവര് ഇതുകൊണ്ട് പറഞ്ഞില്ലേ ഒരു ആടിന്റെ കാര്യമൊക്കെ, അതിലൂടെയാണ് ഇവര് കൂടുതൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അവിടെ വേറെ സംഭവം പറ്റിയിട്ടുണ്ട്. ഇത് നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെ നമ്മുടെ രൺബീർ കപൂറിനെ നമ്മുടെ കത്രീന കൈഫിനെ സ്പെയിനിൽ വെച്ച് ഒന്ന് പൊക്കിയില്ലേ, അതേപോലെ ഇവരെ പയ്യൊന്നൊന്ന് പൊക്കി. ബിക്കിനിയിലൊന്നും അല്ല, അവിടെ ഒരു മാച്ച് നടന്നില്ലേ ന്യൂസിലാൻഡും ഇന്ത്യയായിട്ട് കണ്ട്. ഇന്ത്യ നല്ല 8 ഇല പൊട്ടിയത്. അത് കാണാൻ വേണ്ടി പോയായിരുന്നു നമ്മുടെ അനുഷ്ക ശർമ്മ. ഇന്ത്യ പൊട്ടി. അതായത് ആ കളിയില് നമ്മുടെ വിരാട് കോഹ്ലി അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. പുള്ളിക്കാരൻ അതിനെ സ്കോർ ചെയ്തിട്ടേ ഇല്ല. കളി വളരെ മോശം. പുള്ളിക്കാരൻ മനസ്സിൽ കംപ്ലീറ്റും അനുഷ്ക പുറത്തിരിക്കുന്നുണ്ട്. അതെ, കളി കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം കറങ്ങി ചുറ്റിയൊക്കെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കളിയിൽ പുള്ളിക്കാരൻ അത്ര വീക്കായി പോയത്. പുള്ളിക്കാരല്ല, അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരൻ കളിക്കാൻ ശ്രമിച്ചു, കളി നേരെ ജയിക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ സ്പോർട്സ്മാൻ അല്ലേ, അതുകൊണ്ടല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അതാണ് പുള്ളിക്കാരന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് നീ മനസ്സിലാക്കണം. എന്തായാലും പുള്ളിക്കാരൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് റൊമാൻറ്റിക് ആയിട്ട് പുള്ളിക്കാരൻ ന്യൂസിലാൻഡ് അനുഷ്ക ശർമ്മയുടെ കൂടെ കറങ്ങിയിട്ട് വന്നു. എന്തായാലും അവരുടെ അഭിപ്രായം എന്താണ്, അവരെന്താണ് ഇനി ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് കറങ്ങാൻ പോയതെന്ന് പറയാമോ പറയത്തില്ലെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഈ സമയത്ത് നമുക്കൊരു കിട്ടുന്ന സോങ് കണ്ടാലോ? എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് നല്ലൊരു സോങ് കാണും. തിരിച്ചു വരും. മോഡലിംഗ് രംഗത്ത് നിന്നും ലൈക്ക് നമ്മുടെ ബോളിവുഡിലേക്ക് എത്തിയ മറ്റൊരു സൂപ്പർ നടിയാണ് നമ്മുടെ റാണി കപൂർ. പുള്ളിക്കാരത്തിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്ത് വെച്ചാൽ, പുള്ളിക്കാരി പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഇന്ത്യയിലുള്ള ആണുങ്ങളെ വിശ്വാസമില്ല. ഇന്ത്യയിലെ ആണുങ്ങളെ വിശ്വാസമില്ല. പുള്ളിക്കാരി പറയുന്ന കാര്യം കേക്ക്. പുള്ളിക്കാരി പറയുന്ന വെച്ചാല് ഇന്ത്യയിലെ ആണുങ്ങൾക്ക് കമ്മിറ്റ്മെന്റ്സ് ഇല്ല. ലൈക്ക് ഒരു കാര്യവും എന്താണ്, ഇപ്പൊ ഞാനിപ്പോ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും എന്നെ ചതിക്കും. ഇപ്പം പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാലും കൂടെയുള്ള പാർട്ട്ണറെ ചതിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിലെ ആണുങ്ങളെ വിശ്വാസമില്ല. ഇന്ത്യയിലെ ആണുങ്ങള് കേട്ടോണ്ട് മറുപടി നമുക്ക് കൊടുക്കേണ്ടതാണ്. അല്ല, പുള്ളിക്കാരിയുടെ അഭിപ്രായമാണ് പുള്ളിക്കാരി പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല. പുള്ളിക്കാരി അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വേറെ ആണുങ്ങളും പെണ്ണുങ്ങളായിട്ടൊന്നും ഭാര്യ ഭർത്തായിട്ട് ജീവിക്കണില്ല എന്നാണോ? അല്ലല്ലേ, പുള്ളിക്കാരി പറയുന്ന വെച്ചാല് ഇങ്ങനെ പുള്ളിക്കാരുടെ ചുറ്റിലുമുള്ള ആൾക്കാർ മൊത്തം ചിലപ്പം ഭാര്യമാരെ ചതിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി പുള്ളിക്കാരത്തി റിലേഷൻഷിപ്പിൽ വന്ന് ചതിക്കപ്പെട്ടതായിരിക്കാം. ഒരു റിലേഷൻ മാത്രമല്ല, ഇനി വേറെ റിലേഷൻ ഉണ്ടായിട്ടും മേ ബി അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പുള്ളിക്കാരത്തി കാണിച്ച തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പുള്ളിക്കാരി ആണെങ്കിൽ ഇന്ത്യയിലെ ഒറ്റ അടക്കം ആണെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല. ആൾക്കാരെ വെച്ചിട്ട് ആയിരിക്കാം മേ ബി അപ്പൊ അങ്ങനെയല്ലേ പറയണ്ട. ഇപ്പൊ അതൊരു കലൂർ എന്നാണെന്നുണ്ടെങ്കിൽ കലൂർ ഏരിയയിലുള്ള ആളുകൾ കൊള്ളൂല, അല്ലെങ്കിൽ എറണാകുളം ഇങ്ങനെ പറയണ ഇന്ത്യ പറയുന്നത്. എന്തായാലും പുള്ളിക്കാരുടെ അഭിപ്രായമാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. എന്തായാലും മേ ബി ചിലപ്പോൾ വല്ല ഫോറിനർ റിലേഷൻ ആയിട്ട് വല്ലതും ഉണ്ടായിരിക്കാം. അങ്ങനെ ആവാലോ, അതല്ലോ ഫോറിനറായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പം അപ്പൊ തന്നെ ഇന്ത്യയിൽ നിന്ന് കെട്ടാത്തത്, അങ്ങനെ കുറെ ചാൻസസ് ഒക്കെ ഉണ്ടാവും. എന്തായാലും പുള്ളിക്കാരി പറയാണ് ഇന്ത്യയിൽ ആളുകൾ എനിക്ക് വിശ്വാസമില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ശ്രീയൊക്കെ എങ്ങനെ ഇന്ത്യയിലെ ആളുകളെ പറ്റിയുള്ള അഭിപ്രായം? പറയില്ലല്ലോ ഇങ്ങനെ പറയാൻ അത്രേ ഉള്ളൂ. ഓക്കെ, ദൃശ്യം മാനിയ is everywhere. ദൃശ്യം മാനിയ എന്താ ഉദ്ദേശിച്ചത്? കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യമില്ലേ, ദൃശ്യം അതറിയാം. അതിന്റെ ഒരു മാന്യ വന്നാറും ചോദിച്ചാൽ എല്ലാ ലാംഗ്വേജസും കൈ നീട്ടി സ്വീകരിച്ചു. മൊത്തം പ്രാന്തി നടക്കാണ് എല്ലാ ലാംഗ്വേജും. ഞാൻ ചെയ്യും പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഇപ്പൊ കന്നഡയില് നമ്മുടെ രവിചന്ദ്രൻ ഇല്ലേ, നമ്മുടെ കന്നഡ ഹീറോ, കന്നഡയിലെ പ്രശസ്തമായ ഹീറോ ആണ് രവിചന്ദ്രൻ. പുള്ളിക്കാരുടെ നായകനാക്കിയിട്ട് നമ്മുടെ പി വാസു, തമിഴിലെ പ്രശസ്ത സംവിധായകനായ പി വാസു നമ്മുടെ ധനുഷിലേക്ക് വെച്ച് പടം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ദൃശ്യയുടെ കന്നഡ.
അത് മാത്രമല്ല നമ്മുടെ തമിഴില് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ പുറത്തു നിന്നിരിക്കുകയാണ്. ആരെന്നറിയോ? നമ്മുടെ കമൽ ഹാസൻ. യെസ്, അത്രയ്ക്ക് നല്ല, നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു തമിഴിൽ കമൽ ഹാസൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ മുന്നോട്ട് വന്നത്. അത് മാത്രമല്ല നമ്മുടെ നടിയും സംവിധായികയുമായ നമ്മുടെ നടി ശ്രീപ്രിയല്ലേ, ശ്രീപ്രിയ ഇപ്പൊ സംവിധാനം ചെയ്യാൻ പോവാണ് നമ്മുടെ തെലുങ്ക് ദൃശ്യം. അതിൽ ഹീറോ ആരെന്നറിയോ? തെലുങ്കില് നമ്മുടെ വെങ്കടേഷ് ആണ്. എല്ലാരും നല്ല ടോപ്പ് ആൾക്കാരെ വെച്ചിട്ടാണ് ദൃശ്യം എല്ലാ ലാംഗ്വേജിലും പിടിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അടുത്ത ലാംഗ്വേജിലും കൂടെ പോവാണ്. സൗത്ത് ഇന്ത്യ മാത്രമല്ല, ഞങ്ങൾ നോർത്തിലും പോവും. ബോളിവുഡ് ഇപ്പം അജയ് ദേവ്ഗൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദൃശ്യം നമ്മുടെ സ്വന്തം മലയാളത്തിന് നമ്മുടെ നെഞ്ചിലേറ്റ് നമ്മുടെ 2013 സ്വീകരിച്ച നമ്മുടെ ദൃശ്യം ഇപ്പം എല്ലാ ലാംഗ്വേജും 2014 റീമേക്ക് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഈ ഫിലിം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഫിലിമാണ്. ഈ എല്ലാ ലാംഗ്വേജിലും ഒന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. യെസ്, എന്തായാലും എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസും നമ്മുടെ ദൃശ്യം കൈനീട്ടി സ്വീകരിക്കട്ടെ. ഇനി ബാക്കിയുള്ള ലാംഗ്വേജസും പിടിക്കട്ടെ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ സമയത്ത് നല്ലൊരു സോങ് കണ്ടാലോ ബഷീർ? കിട്ടില്ല സോങ് കണ്ടോ? സോ ഡു ചെക്ക് ഔട്ട് ആൻഡ് കം റൈറ്റ്. ഇന്നത്തെ ഗോസിപ്പ് നമുക്ക് റാപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. യെസ്, ഇനി ഒരു ലോഡ് ഗോസിപ്പ് ആയിട്ട് ഇനിയും അടുത്ത ആഴ്ച ഗോസിപ്പിലൂടെ കാണാം. Until then, you people take care. It's me Shriya and Bashir signing off. Bye bye.